ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സാക്കീസ് നെസ്റ്റ്. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ഒരു അറബിക് സ്നാക്ക് ആയിട്ടുള്ള ഫലാഫിലാണ്. അപ്പോൾ ഈ ഫലാഫിൽ എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്നൊന്ന് കണ്ടു നോക്കാം. അതിനു മുമ്പ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതോടൊപ്പം ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അപ്പം നമുക്ക് ഫലാഫിൽ തയ്യാറാക്കാം. അതിനുവേണ്ടി ഞാനിവിടെ 2 കപ്പ് വെള്ളക്കടല 15 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്തതിന് ശേഷം നല്ലോണം വാഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു വെള്ളക്കടല ഒരു 15 മണിക്കൂറെങ്കിലും വെള്ളത്തിൽ കുതിർക്കാൻ വേണ്ടി നിങ്ങൾ ശ്രദ്ധിക്കണം. കാരണം അപ്പോഴാണ് നമ്മുടെ കടലക്ക് നല്ലൊരു ടെക്സ്ചർ കിട്ടുക. ഇനി ഇവിടെ 2 ടീസ്പൂൺ നല്ല ജീരകവും 1 സവാളയും 2 പച്ചമുളകും 4-5 വെളുത്തുള്ളിയും 1 കൈപ്പിടി നിറയെ മല്ലിയിലയും എടുത്തിട്ടുണ്ട്. മല്ലിയില കുറച്ചധികം തന്നെ എടുക്കാൻ ശ്രദ്ധിക്കണം. ഞാനിപ്പോൾ ഇവിടെ കടലയും നമ്മുടെ എടുത്തിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഇവിടെ 2 ട്രിപ്പായിട്ടാണ് ഈ കടല അരച്ചെടുക്കുന്നത്. ഓത്തൻറ്റിക്കായിട്ട് ഫലാഫിൽ ഉണ്ടാക്കുമ്പോൾ അതിൽ പാസ്ലി ലീഫാണ് യൂസ് ചെയ്യുന്നത്. പാസ്ലി ലീഫിന് പകരമായിട്ടാണ് ഞാനിവിടെ മല്ലിയില യൂസ് ചെയ്യുന്നത്. പാസ്ലി ലീഫ് നമ്മുടെ നാട്ടിൽ അങ്ങനെ സുലഭമായി കിട്ടാനില്ലാത്തത് കൊണ്ടാണ് ഞാനിവിടെ മല്ലിയില യൂസ് ചെയ്തിട്ട് ഫലാഫിൽ ഉണ്ടാക്കുന്നത്. നിങ്ങൾക്ക് പാസ്ലി ലീഫ് കിട്ടുകയാണെങ്കിൽ ഈ മല്ലിയിലക്ക് പകരം പാസ്ലി ലീഫ് ഒരു കൈപ്പിടി നിറയെ എടുത്തിട്ട് അതാണ് ഈ കടലയിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത്. ഈ കടല അരച്ചെടുക്കുമ്പോൾ ഇതുപോലെ അല്പം തരിതരിപ്പോടെ വേണം അരച്ചെടുക്കാൻ. അധികം അങ്ങ് അരഞ്ഞു പോകാൻ പാടില്ല. ഇപ്പോൾ നമുക്ക് ഈ അരച്ചെടുത്ത കടല വേറൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ബാക്കിയുള്ള കടലയും നമ്മൾ ബാക്കി വെച്ചിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നമ്മൾ നേരത്തെ അരച്ചെടുത്തതുപോലെ തന്നെ അല്പം തരിതരി പോലെ അരച്ചെടുക്കാം. മുഴുവൻ കടലയും ഞാനിപ്പോൾ ഇവിടെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1/2 ടീസ്പൂൺ മുളക് പൊടിയും 2 ടീസ്പൂൺ വെളുത്ത എള്ളു കൂടി ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടി നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും നല്ലോണം ഒന്ന് മിക്സായി വരുന്ന രീതിയിൽ നല്ലോണം ഒന്ന് കുഴച്ചെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ കടല നല്ലോണം കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് അടച്ചു വെച്ച് 2 മണിക്കൂർ ഫ്രിഡ്ജിൽ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. 2 മണിക്കൂർ നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുമ്പോഴാണ് ഈ ഫലാഫിലിന് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുക. ഇപ്പോൾ 2 മണിക്കൂറിന് ശേഷം ഞാനിപ്പോൾ ഇവിടെ ഇത് വറുത്തെടുക്കാൻ പോവാണ്. അതിനുവേണ്ടി ഞാനിവിടെ ഒരു ഇരുമ്പ് ചട്ടിയിൽ ഫലാഫിൽ മുങ്ങിപ്പൊരിയാൻ വേണ്ടിയിട്ടുള്ള ഓയിൽ ചൂടാവാൻ വെച്ചിട്ടുണ്ട്. ഈ ഓയിൽ നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് നമ്മൾ ഫലാഫിലിൻ്റെ ഈ ഒരു മിക്സ്, ഈ കടലയുടെ മിക്സ് ഉണ്ടല്ലോ, അത് നല്ലോണം നമ്മൾ ഷേപ്പാക്കി എടുക്കാം. ഒരല്പം കട്ടിക്ക് വേണം നമ്മളിത് ഷേപ്പാക്കി എടുക്കാൻ. ഇനി ഇത് നമുക്ക് ഈ എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. എണ്ണ നല്ലോണം ചൂടായാൽ മാത്രമേ നമ്മൾ ഫലാഫിൽ അതിലേക്ക് ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ. ഞാനിപ്പോൾ ഇവിടെ ഒരു ട്രിപ്പിന് 4 ഫലാഫിലാണ് വറുത്തെടുക്കുന്നത്. ഈ ഒരു ഫലാഫിൽ മുഴുവൻ നമ്മൾ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഫ്ലെയിം നല്ലോണം ലോ ആക്കിയിട്ട് വേണം നമ്മൾ ഈ ഫലാഫിൽ വറുത്തെടുക്കാൻ. നമ്മുടെ കടല വെന്ത് കിട്ടാൻ ഒരല്പം ടൈം എടുക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ ഫലാഫിൽ ഇട്ട് കൊടുത്തതിന് ശേഷം ഫ്ലെയിം ലോയിൽ വെച്ചിട്ട് വേണം റെഡിയാക്കി എടുക്കാൻ. ഒരു വശം ചെറിയൊരു ഗോൾഡൻ കളറാകുമ്പോൾ നമുക്ക് ഈ ഫലാഫിൽ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഒരു 2-3 പ്രാവശ്യം അതൊന്ന് തിരിച്ചിട്ട് കൊടുക്കുമ്പോഴേക്കും നമ്മുടെ ഫലാഫിൽ റെഡിയായി കിട്ടും. ഈ ഒരു രീതിയിൽ ഫലാഫിൽ തയ്യാറാക്കാത്തവർ തീർച്ചയായിട്ടും ഒന്ന് തയ്യാറാക്കി നോക്കൂ കേട്ടോ. ഈ ഒരു ഫലാഫിൽ വെച്ചിട്ട് തന്നെ നമുക്ക് ബർഗർ തയ്യാറാക്കാം, അതുപോലെ കുബൂസിലൊക്കെ വെച്ചിട്ട് റോള് തയ്യാറാക്കാം. ഇപ്പം നമ്മുടെ ഫസ്റ്റ് ട്രിപ്പ് ഫലാഫിൽ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ തന്നെ ബാക്കിയുള്ള ഫലാഫിലൊക്കെ നമ്മളിവിടെ വറുത്തെടുത്തിട്ടുണ്ട്. പുറമെ നല്ല ക്രിസ്പിയും ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ട് ജ്യൂസി ആയിട്ടുള്ള ഒരു ഫലാഫിൽ നമ്മളിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതോടൊപ്പം വെറൈറ്റി റെസിപ്പികൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. മറ്റൊരു വെറൈറ്റി റെസിപ്പിയുമായി വീണ്ടും കാണാം. അതുവരേക്കും താങ്ക് യു.